2024 എൻ്റെ ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾ ചുമ്മാ വൈകിട്ടൊന്ന് ഇറങ്ങിയൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം അയ്യോ അത് ഒരു അൺഎക്സ്പെക്റ്റഡ് സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തരുന്നതല്ല, എന്താ പറ്റിയെന്ന് അറിയുന്നില്ല. എന്നിട്ട് പുറകെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓൾറെഡി മൂവി ബുക്ക് ചെയ്തു. എന്തായാലും ഒരു സിനിമയ്ക്ക് പോകാൻ വീട്ടിൽ ഇരിക്കുകയല്ലേ എന്ന് കരുതി അപ്പം നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് സിനിമയ്ക്കൊക്കെ കയറാമെന്ന് കരുതി കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ എനിക്ക് ഈ വണ്ടി ഓടിക്കുമ്പം ഇത് എനിക്ക് ഹെൽമെറ്റ് വെച്ചിട്ട് ഗ്ലാസ്സൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ ഒന്നും വെച്ചിട്ട് നടക്കുന്നത് ഇഷ്ടമല്ല, ഒരു താല്പര്യമില്ല. ഇതാകുമ്പം നമ്മൾ വണ്ടി ഓടിച്ചങ്ങ് പോവില്ലേ, ആരോട്ട് ഇറങ്ങി സംസാരിക്കുന്നൊന്നുമില്ലല്ലോ. എങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഊരി മാറ്റി വ്ളോഗ് എടുക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കൊട്ടാരക്കരയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല നമുക്ക് എങ്ങോട്ട് പോകണം, കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ചുമ്മാ വീട്ടിൽ നിന്ന് ഇറങ്ങാം, വണ്ടി ഓടിക്കുക, എന്നിട്ട് പോയി സിനിമ കാണുക, ഫുഡൊക്കെ കഴിക്കുക, വീട്ടിൽ പോവുക, ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം മനസ്സിൽ കൊണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ കൊട്ടാരക്കരയിലോട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ അരുൺ ഐസ്ക്രീമിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ അടുത്തൂടെയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം എടുക്കാമെന്ന് കരുതി. എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിച്ച് സിനിമയെ കണ്ടാണല്ലോ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തു. ഏട്ടന് ഈ ഒരു യോഗട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു യോഗട്ട് കഴിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ എന്താണ് ഈ ഒരു യോഗട്ടും മറ്റേ 10 രൂപയുടെ മിനി ഐസ്ക്രീമൊക്കെ ഇല്ലേ, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവിടെ, അതൊക്കെ വാങ്ങി കഴിച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നല്ല രസമാണ്, നല്ല ക്യൂട്ടുമാണ്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അത് പിന്നെ ഏത് ഐസ്ക്രീം നിന്നാലും ടേസ്റ്റ് അല്ലേ. എന്തായാലും അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മളിതാ ഈ ഒരു ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. പുറത്ത് നട്ട്സൊക്കെ കണ്ടുകൊണ്ട് എടുത്തായിരുന്നു. ഭയങ്കര ക്രഞ്ചി ആയിരുന്നു അത് കേട്ടോ. എനിക്ക് എന്തോ കിട്ടിയാലും ഫുള്ള് കഴിക്കുന്ന സ്വഭാവം ഇല്ല. അതുകൊണ്ട് ഏട്ടൻ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ഐസ്ക്രീം ഒന്നും വാങ്ങിയില്ല. ഏട്ടനറിയാം എന്നെ കൊണ്ടത് ഫുള്ള് തിന്നാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ ഏട്ടന് ഞാനിവിടെ ഷെയർ ചെയ്താണ് അത് കഴിച്ചത് കേട്ടോ. പിന്നെ നമ്മളത് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലെന്ന്. അപ്പം എനിക്ക് കേട്ടുകേഴ്വി മാത്രമുള്ളൊരു സ്ഥലമാണ് കൊട്ടാരക്കര മീൻപിടിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വെള്ളമുണ്ട്, നല്ല തണുപ്പാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ ഏട്ടാ നമുക്ക് അങ്ങോട്ട് പോകാം, എന്തായാലും തൊട്ടടുത്തല്ലേ, എന്തെങ്കിലും ചെറുതായിട്ട് വല്ലതും അതെങ്കിലും കണ്ടിട്ടൊക്കെ പോരാമെന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ മീൻപിടിപ്പാറയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുൾ കിളി പോയി മക്കളെ. അത്രയ്ക്ക് പൊള്ളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ കേക്ക് തിന്നുമ്പോൾ നിങ്ങൾ കരുതും ഏട്ടൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് അവിടെ കേക്കൊക്കെ അറേഞ്ച് ചെയ്തു. നോ ഗൈസ്, ആ പോയ ചേട്ടൻ്റെ ബർത്ത്ഡേയും സെയിം ഡേറ്റ് ആയിരുന്നു. പുള്ളി അവിടെ വെച്ച് കേക്ക് കട്ടിങ് ഒക്കെ നടത്തി. അങ്ങനെ അതിൽ നിന്നും ഒരു പീസ് കേക്ക് ഞങ്ങൾക്കും കിട്ടി. അങ്ങനെ ഏട്ടൻ എനിക്കത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വാഷ്റൂമിലോ മറ്റോ പോയിരുന്നായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ കയ്യിലാണ് പുള്ളി കൊണ്ട് കൊടുത്തത്. അല്ലെങ്കിൽ 2 പീസ് കേക്ക് കിട്ടിയത്. അപ്പം ഞാനിങ്ങനെ ഞെട്ടിത്തെറിച്ച് വെക്കുകയായിരുന്നു. എങ്കിലും കേക്കൊക്കെ കിട്ടിയത് എന്തോ പോലെ തോന്നുന്നു. അല്ലാത്ത ബ്ലോഗ് എടുത്താലോ? ഇങ്ങനെ എടുക്കട്ടെ? ഓക്കെ, വാക്കി ചരിച്ച്. അതായത് കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഞങ്ങൾക്ക് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂവിക്ക് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനെ ഒരു റീൽ ടൈപ്പ് ഷോർട്സ് പോലുള്ള വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു വലിയ വ്ളോഗ് എടുക്കാനുള്ള സംഭവം എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് പറയായിരുന്നു എങ്കിൽ ചരിച്ച് പിടിച്ചിട്ട് മറ്റേ വ്ളോഗ് എടുക്കട്ടെ എന്ന്. പിന്നെ ഞാൻ പക്ഷേ അത് എടുത്തില്ല കേട്ടോ. ഇതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് മറ്റേ രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ മറ്റേ വീഡിയോ തന്നെയാണ് നമ്മൾ എടുത്തത്. പിന്നെ നമ്മൾ ബർത്ത്ഡേക്ക് എന്തുകൊണ്ട് കേക്ക് കട്ട് ചെയ്തില്ല അങ്ങനെയൊന്നും ചോദിക്കല്ലേ. അങ്ങനെ നമുക്ക് കേക്ക് കട്ടിങ് എന്ന് ശീലമൊന്നുമില്ല. നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്ക് ആയാലും ഇതാണെങ്കിൽ പുറത്ത് പോവും, എന്തെങ്കിലുമൊക്കെ കഴിക്കും, ഡ്രസ്സ് വാങ്ങും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളു. കേക്ക് കട്ടിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ഇതിനു മുന്നേ ഈ മീൻപിടിപ്പാറയിൽ വന്നിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇത്രയും നാൾ ഈ സാധനം എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അപ്പം എനിക്കും അറിയത്തില്ലായിരുന്നു ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന്. പിന്നെ ഏട്ടൻ എന്തോ പറ്റി എന്നെ കൊണ്ടുവരാഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിതുവരെ അവിടെ ഇറങ്ങാഞ്ഞുകൊണ്ട് എനിക്കത് കണ്ടപ്പോൾ ചെറുതായിട്ടൊരു പേടി വന്നു കേട്ടോ. പക്ഷേ കുഴിയൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലപോലെ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. വേണോ?
നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ കയ്യിലൊരു സ്പെയർ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. അവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിടയ്ക്ക് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിപ്പോവാം. പക്ഷെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വരുമെന്ന്. അതുകൊണ്ട് ഞാൻ സ്പെയർ ഡ്രസ്സൊന്നും എടുത്ത് വെച്ചില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നത് കണ്ടും ആസ്വദിച്ചും അവിടെ ഇരുന്നു. ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടനിലെ മറ്റേ വെറുതെ അല്ല ഭാര്യ സിനിമയിൽ നമ്മളുടെ ജയറാം ഗോപിയോട് പറയുന്ന കണക്ക് വേണ്ട വേണ്ട എന്നൊക്കെ ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ ഭാവിച്ചപ്പം. പിന്നെ ഞങ്ങൾ അവിടെ നടന്ന് കാര്യങ്ങളൊക്കെ കണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞ് 1 മന്ത്, അതായത് നവംബർ 9 ആക്സിഡൻറ്റ് പറ്റുന്നു, ഡിസംബർ 7 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഒരു 1 മന്ത് ഗ്യാപ്പിനകത്താണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഏട്ടാ എന്നോട് ഇറങ്ങണ്ട, കാലൊക്കെ നോക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഫുള്ള് നീറ്റാണ് കേട്ടോ, ഭയങ്കര ക്ലീനാണ്. ഇപ്പോൾ ആ തറയൊക്കെ നോക്കി നിങ്ങളൊരു ഇല പോലും തറയിൽ കിടക്കുന്നത് കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വൃത്തിയാക്കിയാണ് അവരെപ്പോഴും ഇട്ടേക്കുന്നത്. പിന്നെ ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ അവിടെ. മഴക്കോളുണ്ടല്ലോ കേട്ടോ. ഇനി നമുക്ക് ഏട്ടാ 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 ഊഞ്ഞാൽ, അതെ വയസ്സൊന്നുമില്ല, ഇങ്ങോട്ട് വാ. വീഡിയോഗ്രാഫർക്കും അറിഞ്ഞു വീടല്ലേ അല്ലേ. ഏട്ടാ ഊഞ്ഞാൽ കയറുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടനോട് കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഏട്ടന് ഞാനിവിടെ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. നല്ല രസമാണ്, നല്ലൊരു തണുപ്പായിരുന്നു. കാരണം അത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല തണലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ ഒരു അരുവിയൊക്കെ ഒഴുകുന്നില്ല, അതിൻ്റെ ഒരു തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റാണ് അവിടെ കേട്ടോ. ഇല്ല കയറി, എനിക്ക് തലറങ്ങി മറിഞ്ഞൊന്നും വീഴല്ലേ. ആ എന്തൊരു ചെലവ് പറഞ്ഞ വീകലുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കുറേ മറ്റേ കളിപ്പാട്ടം പോലുള്ള പിള്ളേർ കയറുന്ന സാധനത്തിലൊക്കെ കയറി. പിന്നെ ഞങ്ങൾ റൊമാൻറ്റിക് വീഡിയോ ഒക്കെ എടുത്തു. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾപ്പിച്ചു തരാം. ഏട്ടൻ്റെ കൈയുടെ വീഡിയോ ഇത്രയാണ് വരേണ്ട കേട്ടോ. എന്നിട്ട് നടന്നോ, നടന്നോ ഒരു ഞാൻ വന്നോളാം. കൈ പിടിച്ചേക്കോ ഇതിനകത്ത് കയറാം. 12 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രം പ്രവേശനം. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് കുറച്ചു നേരം കണ്ടു കേട്ടോ. നല്ല രസമാണ്, അതിൻ്റെ സൈഡിലൊക്കെ വെള്ളമാണ്. എന്നെ കൊണ്ടുപോവാ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ ഒരാളിങ്ങനെ എല്ലാം കൊണ്ടുകിടന്ന് കാണിക്കാനുള്ളതൊരു ഭാഗ്യമാണ് കേട്ടോ. ഐ എം സോ ലക്കി ടു ഹാവ് ഹിം. താങ്ക് യു ഫോർ സൈക്കിൾസ് മീ. എൻ്റെ കണ്ണിൽ നിനക്കായി ഒരുക്കിയ സ്വപ്നങ്ങൾ കാണേണ്ട നീ, കണ്ടു നിൽക്കേണ്ട നീ, ആരാണ് നീ എനിക്കെന്നാരോടും. ദീസ് ഡേയ്സ് വെയർ സോ സ്പെഷ്യൽ ഫോർ മീ. ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലും ഭയങ്കര മനോഹരമായിട്ടുള്ളതായിരുന്നു. കൂടുതലൊന്നും പറയണ്ട, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാണൊക്കെ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയൊക്കെ പൊയ്ക്കൊണ്ട് എങ്ങോട്ടേലൊക്കെ പോവുക. ഒരുപാട് കിലോമീറ്റർ താണ്ടിയൊന്നും പോകണ്ട, തൊട്ടടുത്തൊക്കെ എവിടെയെങ്കിലും പോയി വെള്ളമോ കായലോ സൺസെറ്റോ സൺറൈസോ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക, അതൊക്കെ രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മീൻപിടിപ്പാറയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇനി മൂവിക്ക് പോവുകയാണ്. ഒന്നുകൂടെ വരണം അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് കളിക്കാനായിട്ട്, എല്ലാവരുമായിട്ട് ഒന്നുകൂടെ വരണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു 10, 20, 30 എങ്ങാണ്ടായിരുന്നു ടിക്കറ്റ് റേറ്റും കാര്യങ്ങളുമൊക്കെ. അപ്പം ഇതേക്ക് വൈകുന്നേരമൊക്കെ വന്ന് വെയിലാത്ത സമയത്ത് വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എല്ലാവരും ഒക്കെ വരണം കേട്ടോ.
അവിടെ നമ്മൾ നേരെ പോയത് മൂവിക്കായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള മിനർവ തിയേറ്ററല്ലേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൂവിക്ക് പോവുകയാണ്. അതിന് മുന്നേ എന്തെങ്കിലും വെള്ളം കുടിക്കാമെന്ന് കരുതി ഞങ്ങളൊരു കടയിൽ കയറി ഒരു ലെമൺ സോഡയൊക്കെ കുടിച്ചു. പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത മൂവി ഏതാണെന്ന് ചോദിച്ചാൽ ആ പോസ്റ്ററിൽ കണ്ടില്ലേ, സൂക്ഷ്മദർശിനിയായിരുന്നു. ബേസൽ ജോസഫിൻ്റെയും നസ്രിയയുടെയും മൂവിയായിരുന്നു. കിഡിലായിരുന്നു കേട്ടോ. എനിക്ക് ബേസൽ ജോസഫിൻ്റെ മൂവിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കോമഡി ആയിരിക്കും. നല്ല രസമല്ലേ, ജാനിയമ്മനൊക്കെ കണ്ട് ചിരിച്ച് മറിഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ദാണ്ടെ മൂവിക്ക് കയറിയിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും നേരത്തെ നമ്മൾ തിയേറ്ററിൽ വരുന്നത്. സാധാരണ സിനിമ തുടങ്ങാറാവുമ്പോഴാണ് വരുന്നത്. സൂക്ഷ്മദർശിനി അങ്ങനെ ഞങ്ങൾ ദാണ്ട മൂവിയൊക്കെ കണ്ട് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് സീനാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊന്നും മേടിച്ചില്ല കഴിക്കാൻ. കാരണം ഇറങ്ങുമ്പോൾ എന്തായാലും എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. പിന്നെ എൻ്റെ മനസ്സിൽ ഹെവിയായിട്ടൊന്നും കഴിക്കണമെന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുത്തൂര്, കൊട്ടാരക്കര പുത്തൂര് റോഡ്, കൊട്ടാരക്കര സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ ഇടത്തെ സൈഡിലൊരു ചെറിയൊരു തട്ടുകടയിൽ കയറി ഞങ്ങൾ ദോശയും പൊറോട്ടയും ബീഫുമാണ് വാങ്ങിയത്. ഒരു ബീഫ് കറിയെ വാങ്ങിയിട്ടുള്ളായിരുന്നു കേട്ടോ. എന്തോ ഹെവിയായിട്ട് കഴിക്കാനൊന്നും മനസ്സിൻ്റെ ഒരു സുഖമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഇവിടെ കഴിച്ചു. നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കിടിലും ബീഫ് കറിയായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന കണക്കുള്ള ബീഫ് കറിയായിരുന്നു. അവിടെ കയറി കഴിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ ഈ ദോശ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഞാനത് ഏട്ടൻ്റെ പ്ലേറ്റിലിട്ടിട്ട് ഏട്ടൻ്റെ പ്ലേറ്റിൽ നിന്ന് ഒരു പൊറോട്ട ഞാനിങ്ങനെ പൊക്കി ഗൈസ്. അപ്പം അങ്ങനെ കഴിക്കുന്നത് ഞങ്ങൾക്കൊരു പതിവാണ്. 2 ഐറ്റം മേടിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിക്കും. പിന്നെ നല്ലതായിരുന്നു കേട്ടോ. കിടിലം ചമ്മന്തിയും ഗ്രേവിയും ബീഫ് കറിയൊക്കെ ആയിരുന്നു. ആ ചമ്മന്തിയൊക്കെ കിടിലുമായിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് പുത്തൂരോട്ട് പോകുമ്പം ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കടയാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു കടയാണ്. എല്ലാവരും കയറി കഴിച്ചു നോക്കണം കേട്ടോ. റോഡ് സൈഡിൽ തന്നെ ഞാനത് കാണിച്ചു തരാം. ഈ ഭാഗം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. എനിക്കങ്ങനെ സ്ഥലം പറയാനൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ അന്നെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലെ വീഡിയോ എടുത്തില്ല. അങ്ങനെ നമ്മൾ നാട്ടെ കിഡിലായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഏട്ടനൊരു ഓംപ്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് പിച്ചി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ദാണ്ട വീട്ടിലോട്ട് പോകുമായിരുന്നു. സച്ച് എ ഹാപ്പി ഡേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.